ബേസിക് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള ഇംഗ്ലീഷ് അതിൻ്റെ ഒരു സീരീസ് ഓഫ് ലെസൺസ്. അതിൽ ആദ്യത്തെ ലെസണാണ് ഇന്ന്. ഈ ചാനലിൽ ഉള്ള ലെസൺസ് കാണുന്ന വ്യൂവേഴ്സിൽ പലരും അഡ്വാൻസ്ഡ് ലെവലിലുള്ള ആളുകളാണ് എന്നെനിക്കറിയാം. എങ്കിലും ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ അറിയാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ലെസൺ. ഇന്ന് ആദ്യത്തെ ലെസണാണ്. നമുക്ക് ലെസൺ തുടങ്ങാം. നമുക്ക് ബേസിക് ലെവലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇംഗ്ലീഷിനെ പറ്റി പറയുമ്പോൾ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, സ്റ്റേറ്റ് ഓഫ് ബീയിങ്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുമ്പോൾ അവിടെ ആക്ഷൻ ഒന്നും ഇല്ല. പിന്നെ സ്റ്റേറ്റ് ഓഫ് പൊസിഷൻ, ഇവിടെയും ആക്ഷൻ ഒന്നും ഇല്ല. മൂന്നാമത്തേതാണ് ആക്ഷൻ. ആക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ ആക്ഷൻസും അതിൽ വരും. പക്ഷേ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് പൊസിഷൻ ഇത് രണ്ടിലും ആക്ഷൻ ഇല്ല എങ്കിലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരുപാട് ഉപയോഗം ഉള്ളതാണ് ഈ 2 കാറ്റഗറീസും. അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്താണ് എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ റൂമിലാണ് എന്ന് പറയുന്നെങ്കിൽ ഐ ആം ഇൻ ദ റൂം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പുറത്താണ്, ഞാൻ ഓഫീസിലാണ്, ഞാൻ പാർക്കിലാണ്, ഞാൻ ബാങ്കിലാണ്, ഞാൻ എൻ്റെ ബെഡ്റൂമിലാണ്, ഞാൻ കിച്ചണിലാണ്, ഇങ്ങനെയൊക്കെ ഞാൻ എവിടെയാണ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അവിടെ ആക്ഷനൊന്നും ഇല്ലല്ലോ. ഞാൻ എവിടെയാണ് എന്നല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ അവിടെ ആക്ഷനൊന്നുമില്ല. അത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഇതേപോലെ തന്നെ നമുക്ക് പറയാം, ഞാൻ എന്നത് ഒരു സബ്ജക്റ്റായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. തടിച്ചതാണ്, ഞാൻ എങ്ങനെയാണ്? ഞാൻ തടിച്ചതാണ്, ഞാൻ മെലിഞ്ഞതാണ്, ഞാൻ വെളുത്തതാണ്, ഞാൻ കറുത്തതാണ്, ഞാൻ പൊക്കമുള്ളതാണ്, ഞാൻ പൊക്കം കുറഞ്ഞതാണ്, ഞാൻ സത്യസന്ധനാണ്, ഞാൻ വിശ്വസ്തനാണ്, ഞാൻ നല്ലതാണ് എന്നൊക്കെ പറയില്ലേ. ഞാൻ എങ്ങനെയുള്ളതാണ് എന്ന് പറയുന്നത് അതും സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഇവിടെയും ആക്ഷൻ ഇല്ല. ഇനി എൻ്റെ പ്രൊഫഷനെ പറ്റി ഞാൻ പറയുന്നു. ഞാൻ ടീച്ചറാണ്, ഞാൻ എൻജിനീയറാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ ഫോട്ടോഗ്രാഫറാണ്, ഞാൻ ആർക്കിടെക്റ്റാണ്, ഞാൻ ആക്ടർ ആണ് എന്നൊക്കെ പറയുന്നു. എൻ്റെ പ്രൊഫഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതും സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അവിടെ ആക്ഷൻ ഇല്ല. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെയല്ലേ പറയുന്നത്. അവിടെ ആക്ഷൻ ഇല്ല. അത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഇനി ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ്, ഞാൻ എൻ്റെ കസിൻ്റെ കൂടെയാണ് എന്നൊക്കെ പറയില്ലേ. അതും സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അവിടെയും ആക്ഷൻ ഇല്ലല്ലോ. അതും സ്റ്റേറ്റ് ഓഫ് ബീയിങ് തന്നെ. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് പറയുന്നത്, നമ്മുടെ പ്രൊഫഷൻ എന്താണ്, ഇപ്പോൾ ടീച്ചറാണോ, ഡോക്ടറാണോ, എൻജിനീയറാണോ എന്നൊക്കെ പറയുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റി, ഞാൻ എങ്ങനെയാണ്, ഞാൻ തടിച്ചതാണ്, മെലിഞ്ഞതാണ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാതെ നമുക്ക് ഒന്നും സംസാരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഐ ആം റിച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഐ ആം പുവർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഐ ആം ഇൻ ദ ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഐ ആം ഓണസ്റ്റ്, അതും സ്റ്റേറ്റ് ഓഫ് ബീയിങ് തന്നെ. ഐ ആം വിത്ത് മൈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. എല്ലാം സ്റ്റേറ്റ് ഓഫ് ബീയിങ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ കുറിച്ചാണ്. എൻ്റെ ഫോൺ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫോൺ കിച്ചണിലാണ്, ഫ്രൂട്ട്സൊക്കെ ഫ്രിഡ്ജിലാണ്, എൻ്റെ ഡ്രസ്സസൊക്കെ കബേർഡിലാണ്. ഇതൊക്കെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ കുറിച്ച് തന്നെയാണ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സബ്ജക്റ്റ് ഐ ആവാം. ഐ എന്നാൽ ഞാൻ, വി എന്നാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ, യു എന്നാൽ നിങ്ങൾ, ദേ എന്നാൽ അവർ, ഹി അവൻ, ഷീ അവൾ, ഇറ്റ് അത്. പിന്നെ സിംഗുലർ സബ്ജക്ട്സ്, പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി വേറൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് പോസിറ്റീവ് സെൻറ്റൻസസ്, നെഗറ്റീവ് സെൻറ്റൻസസ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ്. അതും 2 തരത്തിലുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസും നെഗറ്റീവ് ആയിട്ടുള്ള ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസും ഉണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ WH ക്വസ്റ്റ്യൻസ് ഉണ്ട്, യെസ് നോ എന്നൊക്കെ ആൻസർ കിട്ടുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് പോസിറ്റീവ് സെൻറ്റൻസസ് നോക്കാം.
ഇപ്പോൾ ഐ എന്നത് ഒരു സബ്ജക്റ്റ്, ഞാൻ. ഐ എന്ന സബ്ജക്റ്റിൻ്റെ ഒപ്പം പോസിറ്റീവ് സെൻറ്റൻസിൽ വരുന്നത് ഐ ആം എന്നാണ്. ആം ആണ് എപ്പോഴും വരുന്നത് പ്രസൻറ്റ് ടെൻസിൽ. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് പറയുമ്പോൾ ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ വരുന്നത് ആം ആണ്. ഐ ആം എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഐ ആം ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എ ടീച്ചർ. ഐ ആം പുവർ, ഞാൻ പാവപ്പെട്ടവളാണ് പറയുമ്പോൾ പുവർ, അവിടെ ഒരു അഡ്ജക്റ്റീവ് ആണ് ഉപയോഗിച്ചത്. ഐ ആം എ ടീച്ചർ എന്ന് പറയുമ്പോൾ അതൊരു നൗൺ ഫ്രേസ് ആണ്. ഐ ആം വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അതൊരു പ്രപ്പോസിഷണൽ ഫ്രേസായി. ഐ ആം ഇൻ ദ ഓഫീസ് എന്ന് പറയുമ്പോൾ അതും ഒരു ഐ ആം കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഐ സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് ഒരു ലിങ്കിങ് വേർബാണ് ആം എന്നത്. ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ ആം എന്ന ലിങ്കിങ് വേർബാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഈ സിറ്റുവേഷനിൽ അത് ലിങ്കിങ് വേർബാണ്. ആം അവിടെ ഒരു ഹെൽപ്പിംഗ് വേർബ് അല്ല. അപ്പോൾ ആം എന്ന ഇത് ഹെൽപ്പിംഗ് വേർബായിട്ട് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഐ ആം എ ടീച്ചർ എന്ന് പറയുമ്പോൾ ആം എന്നത് അത് ഒരു ലിങ്കിങ് വേർബാണ്. ആ സെൻറ്റൻസിൽ അത് തന്നെയാണ് വേർബ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഐ സബ്ജക്റ്റ് ദെൻ ആം, അത് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് ഒരു കോംപ്ലിമെൻ്റ് ആണ്. എ ടീച്ചർ. ഐ ആം വിത്ത് മൈ ഫ്രണ്ട്സ് അതൊരു കോംപ്ലിമെൻ്റ് ആണ്. ഈ കോംപ്ലിമെൻറ്റ് നമുക്ക് ഒരു നൗൺ ആകാം, ഒരു അഡ്ജക്റ്റീവ് ആകാം, ഒരു നൗൺ ഫ്രേസ് ആകാം, ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് ഒക്കെ ആകാം. ഞാൻ സീനയുടെ കൂടെയാണ്. ഐ ആം വിത്ത് സീന. ഞാൻ ഒറ്റയ്ക്കാണ്. ഐ ആം എലോൺ. ഞാൻ കിച്ചണിലാണ്. ഐ ആം ഇൻ ദ കിച്ചൺ. ഞാൻ സ്വിമ്മിംഗ് പൂളിലാണ്. ഐ ആം ഇൻ ദ സ്വിമ്മിംഗ് പൂൾ. ഞാൻ പണക്കാരിയാണ്. ഐ ആം റിച്ച്. ഞാൻ വിശ്വസ്തയാണ്. ഐ ആം ലോയൽ. അപ്പോൾ ഐ ആം എന്ന് ഉപയോഗിച്ചുകൊണ്ട് പ്രസൻറ്റ് ടൈമിലെ പ്രസൻറ്റ് ടെൻസിലെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് നമുക്ക് ഏത് തരത്തിലും പറയാം. എവിടെയാണ് ലൊക്കേഷൻ, അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ കണ്ടീഷൻ. ഐ ആം റിച്ച്, ഐ ആം പുവർ എന്നൊക്കെ പറയാം. അതല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി. ഐ ആം ടോൾ, ഞാൻ പൊക്കമുള്ളതാണ്. ഐ ആം ഷോർട്ട്, ഞാൻ പൊക്കം കുറഞ്ഞതാണ്. അപ്പോൾ ഐ എന്ന സബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ് സെൻറ്റൻസസ് പറയുന്നത്, അത് പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ബീയിങ് പറയുന്നത് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ലെസൺ ബേസിക് ലെവലിലുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു.